ജിം ജിം ആ പറയ്. അല്ല, ഞാനും ഇന്നലെ മുതൽ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ മുതലെന്നല്ല, ഈ എൻഗേജ്മെന്റിന്റെ ടോപ്പിക്ക് ഈ വീട്ടിലെടുത്തപ്പോ മുതല്. അപ്പോ ഞാൻ സംസാരിക്കാൻ വന്ന കാര്യം നിനക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എനിക്കിപ്പോ ഒന്നും മനസ്സിലാക്കാൻ പറ്റിയ സിറ്റുവേഷനിലല്ല ഞാനിപ്പോ ഉള്ളത്. നീ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാ അത് പറ. ഓക്കെ ഫൈൻ, ഞാന് ചുറ്റി വളച്ച് ചോദിക്കുന്നില്ല, നിന്നോട് മുഖത്ത് നോക്കി തന്നെ ചോദിക്കുക. നിനക്ക് ഈ എൻഗേജ്മെന്റില് തീരെ താല്പര്യമില്ലല്ലേ? അത് അത് പിന്നെ എനിക്കറിയാം ജിം, കാരണം ഈ അവസ്ഥയിലൂടെ ഞാനും കടന്നു പോയിട്ടുള്ളതാ. അതുകൊണ്ടാ ഇപ്പൊ നിന്നോട് ഈ കാര്യം പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു വന്നേ. എന്താ, നിനക്ക് ഈ എൻഗേജ്മെന്റിൽ താല്പര്യമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോ നീ ആരെ സന്തോഷപ്പെടുത്താനാ ഇതൊക്കെ ചെയ്യണേന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, നീ എല്ലാവരെയും സ്നേഹിക്കേ, എല്ലാവരും വേണമെന്നൊക്കെ ചിന്തിക്കണത് ഓക്കെയാണ്. ബട്ട് ഇപ്പോ എല്ലാരെയും ഹാപ്പി ആക്കാൻ വേണ്ടി നീ എടുക്കുന്ന ഈ തീരുമാനമില്ലേ, അത് പിന്നീട് ലൈഫ് ലോങ് നിന്റെ ഉറക്കത്തെ ഇല്ലാതാക്കും, നിന്റെ സമാധാനത്തെ ഇല്ലാതാക്കും. എന്തിനാ ഈ തീരുമാനം എടുത്തേന്ന് നീ തന്നെ കുറ്റപ്പെടുത്തുന്ന രീതിയിലെത്തും. നീ ഇപ്പൊ എന്താ പറയാൻ വരുന്നേ? നീ ഇപ്പൊ എടുക്കുന്ന തീരുമാനം ഒന്നും കൂടെ ആലോചിച്ചെടുക്കുന്ന പറയുന്നേ. ഇനിയും നിനക്ക് ടൈം ഉണ്ട് ജിം, കാരണം നീ ഇനി അടുത്തൊരു ജെയ്സൺ ആവരുതെന്ന് വിചാരിച്ചിട്ടാ ഞാൻ നിന്നോട് ഈ കാര്യം പറയുന്നേ. അന്ന് മാത്രം ഞാനൊരു നിമിഷം എനിക്ക് വേണ്ടി ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാനിങ്ങനെ ദുഃഖിക്കേണ്ട ഒരാവശ്യം വരത്തില്ലായിരുന്നു. എനിവേ, ഞാൻ പറയേണ്ടത് പറഞ്ഞ്, ഇനി നീ നല്ലോണം ആലോചിച്ചിട്ടെടുക്ക് നിന്റെ തീരുമാനം. അത് പിന്നെ ദാ ഇനിയും സമയമുണ്ട്, നീ സാവധാനത്തിൽ ആലോചിക്ക്. അല്ല, നീ എവിടെ പോവാ? ഞാൻ എന്റെ ലൈഫില് നല്ലൊരു തീരുമാനം എടുക്കാൻ പോവാ. അല്ല, ഇവൻ എന്താ പറയുന്നേ? ഇവൻ എന്ത് തീരുമാനം എടുക്കാൻ പോവാന്നാ? ഓ, അല്ലെങ്കിൽ തന്നെ എനിക്ക് 1000 കൂട്ടം പ്രശ്നമുണ്ട് ഇതിന്റെ ഇടയ്ക്ക്. ഓ, ഇവനാണെങ്കിൽ ഇപ്പൊ ഓരോന്നും പറഞ്ഞിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടുത്തമില്ലാണ്ട് നിൽക്കുവാ. ആ കിമ്മിനാണെങ്കിൽ വിളിച്ചിട്ട് എത്ര നേരമായി, അവൻ ഇതിനായിട്ട് വന്നിട്ട് പോലും ഇല്ല. എല്ലാം കൊണ്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുവാ. അല്ല, ഈ ലൂസി അമ്മയും കൂടെ ഇതെവിടെ പോയതാ? എന്നോട് റെഡി ആയിട്ട് നിൽക്കാൻ പറഞ്ഞിട്ട്. ചിലപ്പോ പുറത്തെവിടെങ്കിലും പോവാനായിരിക്കോ? എനിക്കാണെങ്കിൽ ബേബിക്കുള്ള തിങ്സ് ഒക്കെ മേടിക്കും വേണം. ഡേറ്റ് ഇങ്ങനെ അടുത്തോണ്ടിരിക്കുകയല്ലേ. ഇനിയിപ്പോ ഞാൻ എങ്ങനെയാ ഇതിന്റെ പേര് പറഞ്ഞ് അമ്മനെ ബുദ്ധിമുട്ടിക്കുക? നാളെ തന്നെ എന്തേലും ഒരു ജോലി അന്വേഷിച്ചേ പറ്റൂ. കാരണം പാവ അമ്മ ഈ കുടുംബം തന്നെ നോക്കാന് എന്തോരം കഷ്ടപ്പെടുന്നുണ്ട്. വീട്ടിൽ ഫുള്ളും ജോലിക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പോലും ഇന്ന വരെ അമ്മന്റെ കയ്യിൽ എടുത്തു വെക്കാൻ 5ന്റെ പൈസ ഉണ്ടായിട്ടില്ല. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയിട്ടേ ഉള്ളൂ. ഇനിയെങ്കിലും ഞാൻ ജോലിക്ക് പോയി അമ്മനെയും ലൂസിനെയൊക്കെ പൊന്നു പോലെ നോക്കണം. അമ്മ ഇനി എന്താ ആലോചിക്കുന്നേ? വാ. അല്ലടി മോളെ, ഇനിയിപ്പോ എടുത്തോ പിടിച്ചെന്ന് പറഞ്ഞ് തീരുമാനം എടുത്ത പോലാവോ? ഒന്നും കൂടെ ആലോചിച്ചിട്ടൊക്കെ പോയാ പോരെ? ഇനി ഒന്നും ആലോചിക്കാനില്ല അമ്മ. ലയ ഇനി ഇവിടെ നിന്നാ അവൾ ഒരിക്കലും ഓക്കെ ആവാൻ പോണില്ല. ഒന്നാമത് അവൾ ഓക്കെ എന്ന് പറഞ്ഞാലും ഈ നാട്ടാരും എന്തിനെ നമ്മൾ അച്ഛൻ വരെ അവളിങ്ങനെ കുത്തി നോയിച്ചോണ്ടിരിക്കും. എന്തിനാ വെറുതെ അവളെ കൊണ്ട് സങ്കടം തീറ്റിക്കുന്നേ? അതുകൊണ്ടാ അമ്മ പറയുന്നേ, നമ്മള് ഇപ്പൊ എടുക്കുന്ന തീരുമാനം ലയന്റെ ലൈഫിലേക്ക് നല്ലത്. എടി മോളെ, അതൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും നിന്റെ ഈ പഠിപ്പൊക്കെ, അതൊക്കെ ഞാൻ അവിടെ പോയിട്ട് കിട്ടുന്ന ടൈമിൽ പഠിച്ചോളാന്നേ. പാർട്ട് ടൈം ജോബിൽ പോകുമ്പോ എന്തെങ്കിലും പഠിക്കാനുള്ള ടൈമും കിട്ടും. അമ്മ ഞാൻ പറയണമെന്ന് കേക്ക്. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാമേ. അല്ലടി, ഞാനെന്നാ എന്റെ ചേച്ചിനെങ്കിലും വിളിച്ചൊരു കാര്യം പറയട്ടെ. പാവം ടീച്ചർ, പാവം നമ്മളില്ലാന്നുണ്ടെങ്കിൽ അവൻ തകർന്നു പോകുന്നേ. നിനക്കെന്നെ അറിയാലോ, അവൻ ചെറുപ്പം തൊട്ടേ ഇവിടെ തന്നെ കളിച്ച് വളർന്നവനാ, നിന്റെ കൂടെ തന്നെ. ഇപ്പൊ നീ ഇല്ലാന്നുണ്ടെങ്കിൽ, നമ്മളൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് അത് താങ്ങാൻ പറ്റൂടി? അമ്മ അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ പറയണെന്താ വെച്ചാ, ഇപ്പൊ അവരോട് പറയണ്ട, നമ്മൾ അവിടെ എത്തിയിട്ട് പറയാന്നേ. ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അവർ നമ്മളെ പോവാൻ തന്നെ സമ്മതിക്കത്തില്ല. നമ്മൾ കാരണം എന്തിനാ വല്യമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടാവുന്നേ? അതുകൊണ്ടാ അമ്മേ, പ്ലീസ് ഞാൻ പറയണ ഒന്ന് കേക്ക്. നീ ഇത്രയൊക്കെ പറയണ സ്ഥിതിക്ക് എനിക്കും അതന്നെ നല്ലതെന്ന് തോന്നുന്നേ. എന്തായാലും വാ, നമുക്ക് പോവാം. ഇനിയിപ്പോ ഒക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. ഇനി അങ്ങോട്ട് എല്ലാം നല്ലതായിട്ട് നടക്കത്തുള്ളൂ അമ്മേ. അമ്മ വിശ്വസിക്കേ. എല്ലാം നല്ലതായാ മതി. എന്റെ 2 പിള്ളേരെ ജീവിതം കര കയറ്റിട്ട് എനിക്ക് എന്തായാലും എനിക്ക് ഒരു കുഴപ്പമില്ല. അതുവരെ ഞാൻ കണ്ണടയ്ക്കാതെ എന്റെ കർത്താവ് നോക്കിക്കോളണേ. അങ്ങനൊന്നും പറയല്ലേ അമ്മ. ഞങ്ങളെ കൂടെ 100 വർഷം ഉണ്ടാവും. ലൂസി, വീണ്ടും നിന്റെ അടുത്ത് വരേണ്ടി വരുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പക്ഷെ പോരട്ടെ കളവനി, എന്റെ തന്ത ആ കുട്ടി പിശാശ് ഈ ലോകത്തേക്ക് കാല് കുത്തിയാ മാത്രമേ സ്വത്ത് എന്റെ പേരിൽ എഴുതി വെക്കുന്ന വാശി പിടിച്ച് നിൽക്കുവാ. ആ ഒറ്റൊരു കാരണം കൊണ്ടാ ഇന്നിപ്പോ ഞാന് വീണ്ടും നിന്നെ തേടി വന്നേ. ആ കുട്ടി പിശാശം ഉണ്ടായിക്കോട്ടെ, അതിനുശേഷം
ഒന്നത്തെ അതേപോലെ കൊഴുത്ത് പിടിച്ച് നിന്നെയും ആ കുട്ടിപ്പിശേഷനും നടു റോട്ടിലിറക്കി വിടും, നോക്കിക്കോ. ലയ, ലയ, നീയോ? ലയ, അത് പിന്നെ ആരാ ചേച്ചി? വഴിയിൽ പോണ ഏതോ ഒരുത്തൻ. ലയ. എന്താടാ ഞാൻ പറഞ്ഞില്ലെന്താ തെറ്റ്? നീ ഇപ്പൊ എനിക്ക് വഴിയിൽ പോണോ തന്നെയാ? എന്നോടും എന്റെ കുഞ്ഞിനോടും നീ നിന്റെ തളയും എന്താ ചെയ്തെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? ചേച്ചി ചേച്ചി അകത്ത് പോ, ഞാൻ സംസാരിച്ചോളാം. എനിക്ക് സംസാരിക്കേണ്ടതേ നിന്നോടല്ല, നിന്റെ ചേച്ചിനോടാ. ഞാനിപ്പോ വന്നത് അവളെ കൂട്ടിക്കൊണ്ടവനാ. കൂട്ടിക്കൊണ്ടുപോകുന്നൊരുത്തിനെ കണ്ടേച്ചാലും മതി. നീയും നിന്റെ തളയും എന്താണ് വിചാരിക്കുന്നേ? എന്റെ മോളെന്താ നിങ്ങളെ വിട്ടത്തെ കളിപ്പാവയോ? നിങ്ങൾക്ക് തോന്നുമ്പോ പിടിച്ച് പുറത്താക്കാനും തോന്നുമ്പോ വിളിച്ചുകൊണ്ടാവാനും. അതെ, എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ലീഗലി നോക്കുകയാണെങ്കിൽ അവൾ ഇപ്പോഴും എന്റെ വൈഫാ. അപ്പോ അവളെ കൊണ്ടുപോകാനുള്ള അവകാശം എനിക്കുണ്ട്. ഏത് വകയിലെ? നിനക്ക് ഞാൻ ആ ഡൈവേഴ്സ് പേപ്പർ ഒപ്പിട്ട് തന്നതല്ലേ? അതോടുകൂടി എല്ലാം അവസാനിച്ചതല്ലേ? പിന്നെ നീ എന്ത് ബന്ധം പറഞ്ഞിട്ടാ ഈ പഠിക്കൽ കാല് ചവിട്ടിയേ? ഹലോ മിസ്റ്റർ ജോസ്, എന്താ വായടിച്ചിരിക്കുന്നേ? എന്റെ ചേച്ചി ചോദിച്ചതിന് ഉത്തരം പറ. അത് പിന്നെ അപ്പൊ നേരം നിന്നോടുള്ള എന്തോ ദേഷ്യപ്പുറത്ത് ഞാനൊരു ഡൈവേഴ്സ് പേപ്പർ നീട്ടി ഒപ്പിടാൻ പറഞ്ഞെന്ന് കരുതി നമ്മൾ തമ്മിൽ ഒന്നില്ലാണ്ടാവോ? അത് ഇതുവരെയായിട്ടും കോടതിയിൽ പോലും ഹാജരാക്കിയിട്ടില്ല. അപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നീ ഇപ്പോഴും ലീഗലി എന്റെ വൈഫ് തന്നെയാ. അപ്പോ ഞാൻ പറയണത് കേട്ടനുസരിക്കാനുള്ള എല്ലാ ബാധ്യതകളും നിനക്കുണ്ട്. സോ ഓവർ ബലം പിടിക്കാതെ നീ തന്നെ വരുന്നതാ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യടാ? എനിക്കൊന്നും കാണില്ലോ. എന്റെ മോളൊന്ന് തൊട്ടു നോക്ക്, നീ വിവരം അറിയും. എന്താ ആണുങ്ങളില്ലാത്ത വീടില്ലെന്ന് കരുതി വന്ന് തകരാറുണ്ടാക്കാന്ന് കരുതിയോ? അങ്ങനെയാണെങ്കിലേ മിസ്റ്റർ ജോസിന് തെറ്റി. ഇവിടെ അവക്ക് ചോദിക്കാൻ ഞാനും എന്റെ അമ്മയുണ്ട്. ലയ, എന്റെ കൺട്രോൾ കളയല്ലേ. എന്നെ പറ്റി നിനക്കെന്നെ അറിയാലോ. വെറുതെ വാശി പിടിക്കാണ്ട് വന്നാ നിനക്ക് കൊള്ളാം. അല്ലാന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യടാ? അതും കൂടെ നീ പറയുന്നേ? ലയ, ഇത്ര ദിവസം നീ പറഞ്ഞത് കേട്ട് നടന്നതേ നിന്നോടുള്ള പേടി കൊണ്ടല്ല, മറിച്ച് ഞാൻ നിനക്ക് തന്ന റെസ്പെക്റ്റാ. പക്ഷേ ഇനി അതിന്റെ ആവശ്യമില്ല, കാരണം നീ അതിനൊരിക്കലും അർഹനല്ല. ലയ, ഞാനിവിടെ വന്നത് നിന്റെ ഫിലോസഫി കേൾക്കാനൊന്നല്ല. നീ ഇപ്പൊ ഒന്ന് വേഗം വരാൻ നോക്കിക്കേ. വീട്ടില് മമ്മിയും പപ്പിയും നിന്നെയും കാത്തിരിക്കുവാ. എനിക്ക് നിന്നെ കൊണ്ടേ പറ്റൂ. നീ എന്തായാലും വന്നേ പറ്റൂ. വരാൻ നോക്കില്ലയ്യ, ചുമ്മാ കളിക്കാതെ. എന്റെ മോള് വരില്ലാന്ന് പറഞ്ഞത് നിനക്ക് എന്താ കേട്ടൂടെ? അല്ലെങ്കിൽ ചെവിക്കും വല്ല തകരാറുണ്ടോ? തള്ളേ, എന്നോടൊന്ന് പറയിപ്പിക്കണ്ട. ഉണ്ടാതിരിക്കും തോറും തോലേ കയറും അല്ലേ. ഇനിയും നിന്നങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. നിന്നങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നോടല്ലേ പറഞ്ഞേ, ഒരു പാടി. എന്നോട് വരാനല്ലേ പറഞ്ഞേ, കൊണ്ട് വാ. ആരാടത്? എന്നെ തല്ലാൻ മാത്രം ധൈര്യമുള്ളവൻ. ഷെടാ, എന്റെ ആളിതെവിടെ പോയി? കൊറേ നേരമല്ലോ. ഇപ്പൊ വരാന്ന് പറഞ്ഞതാ. ഇതെന്താ ഇത്ര നേരമായിട്ടും കാണാത്തെ? ഹേ മിയ, 100 വയസ്സ്. ഇപ്പൊ നിന്നെ പറ്റി ആലോചിച്ചതേ ഉള്ളൂ. ആ, എന്തേ? നിന്നെ പറ്റി ആലോചിക്കാൻ പാടില്ലേ? അങ്ങനെയല്ല, അത് പിന്നെ അല്ല, കിമെന്തിനാ ഇപ്പോ എന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെട്ടേ? അതോ, അത് പിന്നെ ഇന്ന് ജിമ്മിന്റെ എൻഗേജ്മെന്റ് അല്ലേ? അപ്പോ ഈ എൻഗേജ്മെന്റ് കാണാൻ വേണ്ടിയാണോ എന്നെ നീ വിളിച്ചേ? സോറി കിം, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, ഞാൻ പോവാ. അയ്യോ, മിയ മിയ മിയ, പോലെ പോലെ വെയിറ്റ്. ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ മിയ. എന്താ കിം, എന്താ പറയാനുള്ളത്? നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് നീ വേണമെങ്കിൽ ജിമ്മിന്റെ പരിപാടിക്ക് പങ്കെടുത്തോ. പക്ഷേ ജിമ്മിന്റെ ബെസ്റ്റ് ഫ്രണ്ടും അല്ല, എന്റെ ലൂസി ഇവിടെ ഇല്ല. നിനക്കെന്നെ നടന്നതൊക്കെ അറിയാന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് എന്നെ ഫോഴ്സ് ചെയ്യല്ലേ, ഞാൻ പോവാ. അയ്യോ, കമോൺ മിയ, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. നീ ഇങ്ങനെ തോക്കക്കറി വെടിവെക്കല്ലേ. ഇനി എന്താ കിം? അത് പിന്നെ നിന്നെ ഈ ലുക്കിൽ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ഓ, ഇത് പറയാനായിരുന്നോ? അയ്യോ, സോറി, ടോപ്പിക്ക് മാറിപ്പോയി. ഞാനിവിടെ വന്നത് ജിമ്മിന്റെ തേജന്റെയും എൻഗേജ്മെന്റ് കാണാനൊന്നല്ല. ചുരുക്കി പറയുകയാണെങ്കിൽ ഞാനിവിടെ വന്നത് തന്നെ ജിമ്മിന്റെയും തേജന്റെയും എൻഗേജ്മെന്റ് മുടക്കാനാ. അതെ മിയ, നിനക്ക് എങ്ങനെ ലൂസിന്റെ ജിമ്മിന്റെ കാര്യം അറിയോ, അതേപോലെ തന്നെ എനിക്കും അവന്റെ എല്ലാ കാര്യം അറിയണതാ. എന്തിന്? അവനവന്റെ മനസ്സിൽ ഇപ്പോഴും ലൂസിനെ കൊണ്ടേ നടക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ ഇപ്പോഴും ലൂസിനോട് അങ്ങനൊക്കെ പറഞ്ഞതേ വെറും വാവാക്കാ. അവനവന്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്ത ഒറ്റൊരു കാരണം കൊണ്ടാ അവന് ഇങ്ങനെയൊക്കെ ലൂസിനെ ഹേർട്ട് ചെയ്ത് ഇന്നിപ്പതേ ഈ എൻഗേജ്മെന്റിന് റെഡി ആയിട്ട് നിൽക്കുന്നത് പോലും. അതിന് ഫസ്റ്റ് ആ ഡ്രാഗുളത്തുള്ള സമ്മതിക്കണ്ടേ? വേറെ ആര്? ആ തേജന്റെ മമ്മി. അവളെ മമ്മി എന്തോ ഒന്ന്
ജിമിന്റെ മമ്മിയുടെ അടുത്ത് ഒപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ ആന്റി ഇങ്ങനൊക്കെ ചെയ്യുന്നേ. അല്ലാന്നുണ്ടെങ്കിൽ ആന്റി ഒരിക്കലും ഇങ്ങനൊരു തീരുമാനം എടുക്കത്തില്ല. അത് എനിക്ക് ഉറപ്പാ. അപ്പോ തേജിന്റെ മമ്മി ആവശ്യപ്പെട്ടുകൊണ്ടാണോ ഇപ്പോ എൻഗേജ്മെന്റ് നടത്തുന്നേ? അതെ മിയ, അവളെ മമ്മി പറഞ്ഞ പാടെ ആന്റി ഉടനെ സമ്മതിച്ചു. ജിമ്മിനോട് പോലും ഒരു വാക്ക് ചോദിച്ചിട്ടില്ല. ജിമ്മിന്റെ പപ്പയ്ക്കൊന്നും ഇതിൽ തീരെ താല്പര്യമില്ല. ആകെ കൂടെ ജിമ്മിന്റെ മമ്മിക്ക് മാത്രമേ ഇതിൽ താല്പര്യമുള്ളൂ. ഓ അത് പിന്നെ അങ്കിളിന് ഡ്രാഗുളത്തള്ളിനെ പറ്റിയേ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ അങ്കിള് വിലക്കിയേ. പക്ഷേ ആന്റി അത് കേട്ടില്ല. ആന്റിക്ക് എന്തായാലും എൻഗേജ്മെന്റ് നടന്നേ ആവണമെന്ന് പറഞ്ഞ് ഒരേ വാശി. ആ വാശിന്റെ പുറത്താ ഇന്നിപ്പോ ഈ എൻഗേജ്മെന്റ് നടക്കണേ. ജിമ്മിനോട് ആന്റി എന്താ പറഞ്ഞെന്നറിയോ? ഈ എൻഗേജ്മെന്റ് നടന്നില്ലാന്നുണ്ടെങ്കിൽ ആന്റിനെ പിന്നെ ജീവനോട് തന്നെ കാണത്തില്ലെന്നാ. അത് ആ പൊട്ടൻ ജിമ്മുണ്ടല്ലോ, അവളെ പറഞ്ഞു വിശ്വസിപ്പിച്ചതാ. അവനെ എന്തായാലും എൻഗേജ്മെന്റ് നടക്കുന്നുള്ള പേടിയില് അവള് വിഷമിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. എന്തായാലും വെറുപ്പെങ്കിൽ വെറുപ്പ്, അങ്ങനെങ്കിലും അവളെന്നോട് വെറുത്തിട്ടാണെങ്കിലും വേണ്ടില്ല, വിഷമിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ ജിം ഓരോന്നും അവളോട് പറയാൻ പോയേ. ഒന്നും വിട്ടുപോയിട്ടില്ല മിയ. നമ്മളിപ്പോ വന്നിട്ടുള്ളതേ അതൊക്കെ ചെയ്യാൻ തന്നെയാ. തെറ്റു പറ്റിയതൊക്കെ നമ്മൾ ഇവിടുന്ന് തിരുത്തി എഴുതും. അതൊക്കെ നീ വെറുതെ വിചാരിക്കുക മിയ. നമ്മൾ ഒരുമിച്ചാ, ഐ മീൻ നമ്മള് രണ്ടുപേരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ച മാറാത്തതായിട്ട് ഒന്നില്ലെന്ന് പറയാൻ വരികയായിരുന്നു. അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റും. നീ ഇപ്പൊ എന്റെ കൂടെ ഒരു സ്ഥലം വരെ വാ. അതൊക്കെ പറയാ മിയ, നമുക്കിപ്പോ ടൈമില്ല. നീ വേഗം വാ. ഞാൻ അടിച്ചേ എന്താപ്പോ? ഞാനാരാന്ന് നിനക്ക് അറിയില്ല. അതൊക്കെ പറയാല്ലയാ. ആദ്യം ഇവന്റെ കാര്യത്തില് ഒരു തീരുമാനം എടുക്കട്ടെ. എന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ നീ ആരാടാ? നിനക്ക് അതിനുള്ള അധികാരം ഓരോ തന്നത്. അതെ, മര്യാദക്ക് എന്റെ വഴിയിൽ കുറുക്കിടാതെ പോണതാ നിനക്ക് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ജോസ് ആരാന്ന് നീ തികച്ചറിയും. ഇനിയിപ്പോ ജോസിനെ പറ്റി പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ലെന്നേ. എനിക്ക് ജോസിനെ പറ്റി A to Z എല്ലാ കാര്യം അറിയാം. അങ്ങനെ എന്നെ പറ്റി എന്നറിയാന്നാടാ നീ കിടന്ന് കാണുന്നേ? നീ ഒരു ചെട്ടിയാന്നും ഡാ. പതുക്കെ പതുക്കെ വിളിച്ചാ മതി. ഞാൻ നിന്റെ അടുത്തന്നെയുള്ളത്. എനിക്ക് നന്നായിട്ട് കേക്കാം. അല്ല, ഞാനേ വർണ്ണിച്ചു കഴിഞ്ഞില്ല. ഇനിയും നിങ്ങളെ പറ്റി വർണ്ണിക്കണോ? ദേദേ, പെണ്ണുങ്ങൾക്കിടയിൽ കിടന്ന് വലിയ ഹീറോയിസും ചമയല്ലേ? നീ മാറി നിക്ക്. അതാ നിനക്ക് നല്ലത്. ഞാനിപ്പോ എന്റെ സംസാരിക്കുന്നത് എന്റെ വൈഫിനോടാ, അല്ലാതെ നിന്റെ ആരോടും അല്ല. മനസ്സിലാക്കിക്കോ. വൈഫോ? ഏത് വകയില്? അല്ല, 2 ദിവസം മുന്നേ അല്ലേ നിങ്ങൾക്ക് ഡൈവോഴ്സ് കഴിഞ്ഞേ? അപ്പൊ പിന്നെ എങ്ങനെ ലായ നിന്റെ വൈഫാവും? ഓഹോ, അപ്പോ എല്ലാ കാര്യവും നീ അവനോട് ഒപ്പിച്ചല്ലേ? ഡൈവേഴ്സ് കഴിഞ്ഞ് 2 ദിവസം തികഞ്ഞില്ല, അപ്പത്തേക്കും പുതിയ അടുത്തിനെ കൂട്ടിക്കൊണ്ട് വന്നേക്കുന്നേ. നിന്റെ മുതലെ കണ്ണീര് കണ്ടെന്നേ ഞാൻ വീഴത്തില്ല. എനിക്ക് നിന്നെ പറ്റി നന്നായിട്ട് അറിയടി. നീ ഇതല്ല ഇതിനപ്പുറം വേണമെങ്കിലും ചെയ്യും. നീ ഇപ്പൊ സംസാരിക്കണത് എന്നോടല്ലേ? അപ്പൊ പിന്നെ എന്നോട് സംസാരിച്ചാ പോരെ? എന്തിനാ അങ്ങോട്ട് ചാടി കയറുന്നേ? ഞാൻ പറഞ്ഞേ, എനിക്ക് നിങ്ങളോട് ആരോടും സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാനിപ്പോ വന്നത് എന്റെ വൈഫിനെ കൂട്ടിക്കൊണ്ടുപോവാനാ. അതല്ലേ ചോദിക്കുന്നേ? നിനക്കും അവൾക്കും ഡൈവേഴ്സ് കഴിഞ്ഞതാ, പിന്നെ ഏത് വകയിലാ നീ അവളെ വൈഫാന്ന് പറയണേ? എനിക്ക് അങ്ങനെ എന്നെ പകുതിക്ക് വിട്ടിട്ട് പോവാൻ പറ്റത്തില്ലല്ലയാ. സോറി ലയ, എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ ഡൈവേഴ്സ് പേപ്പറിൽ ഒപ്പിടുന്ന് പറഞ്ഞപ്പം ചാടി കേറി ഒപ്പിട്ടതിന് കാരണക്കാരൻ ഇവനായിരുന്നല്ലേ? അല്ല, എത്ര ദിവസമായി ഈ അവഹേദം തുടങ്ങിയിട്ട്? ലയ, അവൻ പറയണതൊക്കെ നീ എന്തിനെങ്ങനെ ഫീൽ ആവുന്നേ? അവൻ ആരാന്ന് നിനക്ക് തന്നെ അറിയാം. അവൻ ഇതല്ല ഇതിനപ്പുറം പറയും.
ലയ ആരാന്നും ലയ എങ്ങനത്തോളാണെന്നേ നിന്റെ വീട്ടുകാർക്ക് അറിഞ്ഞാ മതി. അല്ലാതെ ഈ വഴിയിൽ പോണം നായ്ക്കൊന്നും അറിയണമെന്ന് ഒരാവശ്യമില്ല. ലയ അവനോട് സൂക്ഷിച്ച് സംസാരിക്കാൻ പറയും. എന്നെ പോലത്തെ ഒരു ചെറ്റന്റെ അടുത്ത് ഇതല്ല ഇതിന് തരം താഴ്ന്ന് സംസാരിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ നിന്നെ പോലെയല്ലേ ഞാന്, അത് നീ മനസ്സിലാക്കിക്കോ. അല്ല മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. ഇവളെ പറയുമ്പോ നിനക്ക് കൊള്ളാനും നിന്നെ പറയുമ്പോ അവക്ക് കൊള്ളാനും അതിനു മാത്രം നിങ്ങൾക്ക് എന്ത് ബന്ധമാണല്ലേ? ഓ അപ്പോ ഞാൻ ഊഹിച്ചത് ശരിയാണ്, നീയും അവളും തമ്മില് അവഹിതാണല്ലേ? അല്ല എത്ര കാലമായി ഈ സംഭവം തുടങ്ങിയിട്ട്? പോവാൻ വരട്ടെ. ലാസ്റ്റ് ഒറ്റൊരു ചോദ്യം കൂടെ. നിന്റെ വയറ്റിൽ കിടക്കുന്ന ആ കുട്ടി പിശാശ് ശരിക്കും എന്റെ കുഞ്ഞെന്നെയാണോ അതോ ഒന്ന് കളയും ഞാന്? നീ എന്നെ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ചെയ്ത തെറ്റ് പറയുമ്പോ നിങ്ങൾക്ക് പൊള്ളുന്നുണ്ടല്ലേ? അങ്ങനെ അവളെ പറയുമ്പോ നിനക്ക് കൊള്ളുന്നുണ്ടെങ്കിലേ നീ തന്നെ അവക്കൊരു ജീവിതം കൊടുക്കാൻ കട്ടെ. അത് പറ്റത്തില്ലല്ലോ അല്ലേ? നമുക്കിങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ കൊണ്ടുപോയി ബാക്കിയുള്ളൊരു മുന്നില് ഹീറോയിസം ചമയാനല്ലേ പറ്റോ? അല്ലാന്നുണ്ടെങ്കിൽ തലയിലായി പോകുന്ന നല്ല ബോധ്യം ഉണ്ടല്ലേ? എന്തായാലും നിന്റെ അത്ര തരം താഴ്ന്നവനൊന്നല്ല അവൻ. കെട്ടിയ ഭാര്യ നിറമാസം ഗർഭിണിയാന്ന് പോലും നോക്കാതെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ട ആളല്ലേ നീയും നിന്റെ അമ്മയും. ഞാൻ ചോദിച്ചതിനുള്ള മറുപടി തന്നില്ലല്ലോ മിസ്റ്റർ. ഇത്രയും നേരം വായിട്ട് അലിച്ചോണ്ടിരിക്കുകയല്ലായിരുന്നോ? ഇപ്പൊ എനിക്ക് രണ്ടിലൊരു തീരുമാനം അറിയണം. ഒന്നെങ്കിൽ ലയ എന്റെ കൂടെ വരണം, അല്ലാന്നുണ്ടെങ്കിൽ നീ അവളെ കൊണ്ടുപോണം. എങ്ങനെ? ഭാര്യയായിട്ട്. അല്ലാത്ത സ്ഥിതിക്ക് ഞാൻ എന്തായാലും അവളെയും കൊണ്ട് വീട്ടിൽ പോകത്തുള്ളൂ. എന്തേ? അതിന് നിനക്ക് പറ്റത്തില്ലല്ലോ. അപ്പോ മിണ്ടാതെ ഒതുങ്ങി നിക്ക്. ഇനി ഞാൻ എന്റെ ഭാര്യയുള്ള കാര്യ അത് ഞങ്ങളായിട്ട് സംസാരിച്ചോളാന്നേ. മൂന്നാമത് ഒരുത്തൻ ഇടപെടണ്ട കേട്ടല്ലോ? അല്ലല്ലയ്യ, എന്തായാലും അവൻ നിന്നെ നോക്കാൻ പോണമെന്നില്ല. അടിച്ചാലും പിടിച്ചാലും ഞാൻ എന്നെ നിനക്ക് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് നിന്റെ ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് വേഗം വരാൻ നോക്ക്. നമുക്ക് വീട്ടിലേക്ക് പോവാം. അതൊക്കെ മരിക്കാന്നേ. ആദ്യം ആ കുട്ടി പിശാചിനെ ഒന്ന് കയ്യിൽ കിട്ടട്ടെ. അതിനുശേഷം നീ മരിക്കേ ഓടിപ്പോയേ എന്താന്ന് വെച്ചാ അയക്കോ. കാരണം ആ കുട്ടി പിശാച് വന്നാലേ എന്റെ തന്ത എന്റെ പേരിലേക്ക് സ്വത്ത് എഴുതി തരൂ. അപ്പൊ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പോരെ ഈ വക തോട്ട്സ് ഒക്കെ. ഓവർ ഡയലോഗ് ഒന്നും വേണ്ട. ഞാൻ നിനക്ക് രണ്ട് ഓപ്ഷനെ തന്നെ. ഓപ്ഷൻ ഒന്ന്, നീ എന്റെ കൂടെ വന്ന് ജീവിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ മാന്യനായ ഇവനില്ലേ നിനക്ക് വേണ്ടി വാതാടുന്ന ഈ മാന്യൻ, അവൻ എന്റെ മുന്നിൽ തന്നെ നിന്റെ കഴുത്തിൽ താലി കെട്ടി അവന്റെ ഭാര്യയെ സ്വീകരിച്ച് നിന്നെ കൊണ്ടുപോണം. അല്ലാത്ത പക്ഷം എന്തായാലും ഞാൻ നിന്നെ വിട്ടു പോകത്തില്ല. എന്തായാലും നിന്നെ കൊണ്ടുപോയി അടങ്ങോ. അതിനുള്ള ധൈര്യമൊന്നും ഇവനിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോ നീ നിന്ന് വാചകം അടിക്കാണ്ട് വേഗം ഇറങ്ങി വരുന്നതാ നിനക്ക് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ പിടിച്ചു വലിച്ചു കൊണ്ടോണ്ടി വരും. അമ്മേ, അമ്മയ്ക്ക് അയാളെ കൂടെ ലയനെ പറഞ്ഞേക്കാൻ താല്പര്യമുണ്ടോ? ഇതെന്ത് ചോദ്യം മോനെ? ഏതെങ്കിലും അമ്മമാരെ സ്വന്തം കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുക്കോ? ഇവന്റെ കൂടെ പോയാലേ എന്റെ മോക്ക് ഒട്ടും സേഫ് അല്ല. അത് മാത്രല്ല, ഇതുപോലൊരു ചെറ്റന്റെ കൂടെ ജീവിക്കുന്നതിലും ഭേദം എന്റെ മോള് പറഞ്ഞ പോലെ അവള് കെട്ടിച്ചു കൊടുത്ത അന്ന് മുതലേ ഇപ്പൊ വരെ ചേച്ചി എന്തോരം നരക വേദന അവൾ അനുഭവിച്ചെന്നറിയോ? ഇനിയെങ്കിലും അവളുടെ ലൈഫില് നല്ലത് മാത്രം നടക്കണം. അതിനു വേണ്ടി ഞാൻ അമ്മയൊക്കെ എങ്ങനെ കിടന്ന് പെടാപ്പാട് പെടുന്നേ. ഇവന്റെ അടുത്തുനിന്ന് എങ്ങനെങ്കിലും എന്റെ ചേച്ചിനൊന്ന് രക്ഷിക്കണം. ലയ, ഇനി നിന്നോട് ചോദിക്കുക, നിനക്ക് ഇവന്റെ കൂടെ ഇനിയും പോയി ജീവിക്കാൻ? ഞാൻ പറഞ്ഞില്ലേ, അതിലും ഭേദം വിഷം കുടിച്ച് മരിക്കണതായിരിക്കും. നീ കേട്ടെന്ന് വിചാരിക്കുന്നേ? അവക്കും അവളെ വീട്ടുകാർക്കൊന്നും നിന്റെ കൂടെ അയക്കണേല് തീരെ താല്പര്യമില്ല. സോ ഇനിയും നീ ഇവിടെ നിന്നിട്ട് ഒരു കാര്യം ഉണ്ടാവത്തില്ല. എനിക്കിങ്ങനെ ആരെ സമ്മതം കേൾക്കണ്ട ഒരു ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനെ തന്നെ. ഓപ്ഷൻ ഒന്ന്, അവൾ എന്റെ കൂടെ വന്ന് എന്റെ കൂടെ ജീവിച്ച് ആ കുട്ടി പിശാചിനെ പ്രസവിച്ച് എന്റെ കയ്യിൽ തന്നെ മരിക്കേ ഓടിപ്പോവേ എന്തോന്ന് വെച്ചായിക്കോട്ടെ. ഓപ്ഷൻ രണ്ട്, നീ അവളെ എന്റെ കൺമുന്നിൽ തന്നെ താലി കെട്ടി ഭാര്യയായിട്ട് സ്വീകരിക്കണം. അങ്ങനെയാണെങ്കിൽ അന്യന്റെ ഭാര്യനെ ആഗ്രഹിക്കുന്ന ആളല്ലേ ഞാന് അവളുള്ള വഴിക്ക് എന്നെ വരത്തില്ല. ഞാൻ എന്റെ പാട്ടിന് പോയും ചെയ്യും.
നീ ആരോടാടാ ഈ കളിക്കുന്നേ? നീ എന്തായാലും അവളെ കഴുത്തിൽ താലി കെട്ടത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തിനെ നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോ എന്റെ കൂടെ അവളെ പറഞ്ഞയക്കണതല്ലാതെ നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഇപ്പോ ലയന്റെ വൈഫാ. ഇനി നീ അവളെ കൂട്ടിക്കൊണ്ടു പോ. എനിക്കൊന്ന് കാണണല്ലോ. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ഭാര്യയുടെ കഴുത്തില് നീ താലി കെട്ടോടാ. നിന്റെ ഭാര്യയോ? ഇപ്പൊ ലയ ലീഗലി എന്റെ വൈഫല്ലേ? നിങ്ങൾ തമ്മിൽ ഡൈവേഴ്സ് ആയതല്ലേ? സോ അവളെ ഇപ്പൊ ഞാൻ മാരേജ് ചെയ്ത് അങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പൊ ലയ എന്റെ വൈഫല്ലേ? എന്റെ അമ്മ ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഓ അമ്മ ചിലപ്പം ടെൻഷനിലായിരിക്കും. ഇനി ലൂസി പറ, ഇപ്പൊ ശരിക്കും നിന്റെ ചേച്ചി എന്റെ വൈഫല്ലേ? സോ എന്റെ വൈഫിനെ കൂട്ടിക്കൊണ്ടുപോവാൻ നീ ആരാടാ? നീ ആരാന്ന്? നീ എന്താ ഡ്രാമ കളിക്കാണോ? ഞാൻ പറഞ്ഞത് കരുതി നീ അടുത്ത പിടിച്ച് തന്നെ താലി കെട്ടി കഴിഞ്ഞാ അവള് നിന്റെ വൈഫാവോ? അവളെ വയറ്റി കിടക്കണതേ എന്റെ കുഞ്ഞാ. സോ അവൾ ഇപ്പോഴും എന്റെ വൈഫാ. അത് ആര് പറഞ്ഞാലും ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അവളെ വയറ്റി കിടക്കുന്നത് നിന്റെ കുഞ്ഞല്ലാന്ന് നീയല്ലേ കുറച്ച് മുന്നേ വരെ പറഞ്ഞേ. പിന്നെ എങ്ങനെ ഇപ്പൊ നിന്റെ കുഞ്ഞാന്ന് പറഞ്ഞ് നീ അവകാശം പറയും? അതൊന്നും പറ്റത്തില്ല. ഇനി നിനക്കും ലയക്കും ഒരു ബന്ധമില്ല. ഇതിനപ്പുറം നീ എന്റെ ലയനെ ശല്യം ചെയ്താ പിന്നെ ഈ ജെയ്സൺ ആരാന്ന് നീ തികച്ചറിയും.